മക്കളെ, ഇന്ന് നമ്മൾ 5ാമത്തെ യൂണിറ്റ് ആണ് നോക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ ഏക് ദോ തീൻ എന്നാണ് 5ാമത്തെ യൂണിറ്റിന്റെ പേര്. മുകേഷ് നൗട്ടിയാലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു കഹാനിയാണ്. ഏക് ദോ തീൻ എന്നത് ഒരു കഹാനിയാണ്. മുകേഷ് നൗട്ടിയാലാണ് എഴുതിയത്. ആരാണ് എഴുതിയിരിക്കുന്നത്? മുകേഷ് നൗട്ടിയാൽ. 5ാമത്തെ യൂണിറ്റ് ആണിത്. 5ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഒന്ന് കഹാനിയും രണ്ടാമത്തത് ഒരു കവിതയുമാണ് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം നോക്കുന്നത് കഹാനിയാണ്. നിങ്ങളുടെ യൂണിറ്റിന്റെ പേര്, 5ാമത്തെ യൂണിറ്റിന്റെ പേരാണ് ബൂന്തോं का गीत. ബൂന്തോं का गीत, തുള്ളികളുടെ സംഗീതം. ബൂന്ത് പറഞ്ഞാൽ മഴത്തുള്ളി, മഴത്തുള്ളികളുടെ സംഗീതം എന്നാണ് നിങ്ങളുടെ 5ാമത്തെ യൂണിറ്റിന്റെ പേര്. ഇത് നല്ലൊരു മനോഹരമായ ഒരു കഹാനിയാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. മനോഹരമായ പിക്ചറുകളൊക്കെ ഉണ്ട്. കണ്ടോ, ഒരു വീട്, മരം, കുറച്ച് പക്ഷികള്, പിന്നെന്താണ് ഒരു പൂച്ച, ഒരു കുട്ടി ഇരുന്ന് വായിക്കുന്നു. ഇത് ഏത് പക്ഷിയാണെന്ന് അറിയോ? ഇതാണ് കുളക്കോഴികൾ. ഇത് കുളക്കോഴികളുടെ ചിത്രമാണ്. പിന്നീട് അതാ പൂച്ച ഇവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട്. 2 കുളക്കോഴികളുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നതെന്ന്. മേരാ ഘർ സുസവാ നദിക്ക് കിനാരെ ഹെ. ഈ കുട്ടി പറയാണ്, എൻ്റെ വീട് സുസവാ നദിയുടെ തീരത്താണ്. മേരാ എൻ്റെ, ഘർ വീട്, സുസവാ നദി, സുസവാ നദി തന്നെ, കിനാരെ തീരം. എൻ്റെ വീട് സുസവാ നദിയുടെ തീരത്താണ്. വഹീം ജൽമുർഗിയോं का एक परिवार भी रहता है. വഹീം, വഹീം പറഞ്ഞ അവിടെ, ജൽമുർഗിയോം, ജൽമുർഗിയോം കുളക്കോഴികൾ, ഏക്ക് ഒരു, പരിവാർ കുടുംബം, ബി കൂടി, രഹത്താഹെ താമസിക്കുന്നുണ്ട്. വഹീൻ ജൽമുർഗിയോं का एक परिवार भी रहता है. അവിടെ കുളക്കോഴികളുടെ ഒരു കുടുംബം കൂടി താമസിക്കുന്നുണ്ട്. आज सुबह जलमुर्गी के चूसे मेरे घर में घुस आए. ആജ് ഇന്ന്, സുബഹ് രാവിലെ, ജൽമുർഗിക്ക് കുളക്കോഴികളുടെ, ചൂസെ കുഞ്ഞുങ്ങൾ, മേരെ ഗർമേം എൻ്റെ വീട്ടിൽ, ഗുസ് ആയെ കയറി വന്നു. ഇന്ന് രാവിലെ കുളക്കോഴികളുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. बाहर दो जलमुर्गियां जोर जोर से चिचिया रही थी. ബാഹർ പുറത്ത്, ദോ രണ്ട്, ജൽമുർഗിയാം കുളക്കോഴികൾ, സോർ സോർസെ ഉച്ചത്തിൽ, ചിച്ചിയാ രഹീതി ശബ്ദമുണ്ടാക്കുക, ബഹളമുണ്ടാക്കുക. ബാഹർ ദോ ജലമുർഗിയാം സോർ സോർസെ ചിച്ചിയാ രഹീതി, പുറത്ത് 2 കുളക്കോഴികൾ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു, ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. മേം നെ ദീവാർ കി ഓട്ട് മേം ഏക്ക് ബിലൗട്ടാ ദേഖ. മേനെ ഞാൻ, ദീവാർ, ദീവാർ കി ഓട്ട് മേം, ദീവാർ കി ഓട്ട് പറഞ്ഞാൽ ചുമരിന്റെ മറവിൽ, ദീവാർ പറഞ്ഞാല് ചുമര്, ഓട്ട് മറവിൽ, ചുമരിന്റെ മറവിൽ, ഏക്ക് ബിലൗട്ടാ ദേഖ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ബിലൗട്ട പൂച്ചക്കുഞ്ഞ്, കണ്ടോ ചുമരിന്റെ മറവിലായിട്ടൊരു പൂച്ചക്കുഞ്ഞ് നീന്തി നോക്കണ കണ്ടില്ലേ? ഇതാണ് കണ്ടത്. ഏക്ക് ബിലൗട്ട ദേഖ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു ചുമരിന്റെ മറവിൽ. ആരാണ് കണ്ടത്? ഈ കുട്ടിയാണ് കണ്ടത് അല്ലെ? കുട്ടി ഒരു ബിലൗട്ട, ഒരു പൂച്ചക്കുഞ്ഞ് ചുമരിന്റെ മറവിൽ നിന്നിട്ട് നോക്കുന്നത് കണ്ടു. മുജെ ദേഖകർ ബിലൗട്ട ഭാഗ് ഗയ. അതാ ഭാഗ് ഗയ, കണ്ടോ? എന്നെ കണ്ടപ്പോൾ, മുജെ എന്നെ, മുജെ എന്നെ, ദേഖകർ കണ്ടിട്ട്, ബിലൗട്ട പൂച്ചക്കുഞ്ഞ്, ഭാഗ് ഗയ ഓടിപ്പോയി. എന്നെ കണ്ടിട്ട് പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി. ലേക്കിൻ ജൽമുർഗിയാം ഷോർ മചാത്തി രഹി. എന്നാൽ, ലേക്കിൻ പറഞ്ഞ എന്നാൽ, പക്ഷേ എന്നൊക്കെ പറയും. ജൽമുർഗിയാം കുളക്കോഴികൾ, ഷോർ മചാത്തി രഹി ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഷോർ മചാന പറഞ്ഞ ബഹളം ഉണ്ടാക്കുക.
പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ടല്ല അപ്പൊ ഈ ജലമുർഗികള് ശബ്ദം ഉണ്ടാക്കണത് അല്ലെ. കുളക്കോഴികൾ ശബ്ദം ഉണ്ടാക്കുന്നത് പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ടല്ല. പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി എങ്കിലും ഈ പക്ഷികൾ എന്താ ചെയ്യണത്? ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ എന്താ കാരണം നമുക്ക് നോക്കാം. മേനെ ഭീത്തർ ജാക്കർ ദേക്ക. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു? അകത്തു പോയി നോക്കി. ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ ഈ പക്ഷികള്, ജലമുർഗികള്, കുളക്കോഴികൾ എന്തിനാണ് ശബ്ദം ഉണ്ടാക്കുക അറിയാൻ വേണ്ടിയിട്ട് കുട്ടി അകത്തു പോയി നോക്കി. ഏക്ക് ചൂസ. മേനെ ഞാൻ, ഭീത്തർ ഉള്ളിൽ, അകത്ത്, ജാക്കർ പോയിട്ട്, ദേക്ക നോക്കി. ഏക്ക് ചൂസ ഒരു കുഞ്ഞ്, ഫർഷ് പർദ. ഫർഷ് പറഞ്ഞ തറയിൽ. ഒരു കുളക്കോഴിക്കുഞ്ഞ്. കണ്ട, ഒരു കുളക്കോഴിക്കുഞ്ഞ് എവിടെ ഉണ്ട്? ഫർഷ് പർ, തറയിലുണ്ട്. ഈ കുട്ടിയുടെ വീടിന്റെ ഉള്ളില് തറയിലായിട്ട് ഒരു കുളക്കോഴിക്കുഞ്ഞുണ്ട്. ദൂസര സോഫയ്ക്ക് നീച്ചെ. ദൂസര രണ്ടാമത്തേത്. കണ്ട, രണ്ടാമത്തെ പക്ഷിക്കുഞ്ഞ് എവിടെ ഉണ്ട്? സോഫയ്ക്ക് നീച്ചെ, സോഫയ്ക്ക് താഴെ. രണ്ടാമത്തെ പക്ഷിക്കുഞ്ഞ് സോഫ കണ്ടില്ലേ? സോഫേന്റെ താഴെയായിട്ടാണ് ആരുള്ളത്? രണ്ടാമത്തെ പക്ഷിക്കുഞ്ഞ് ഉള്ളത്. സോഫയ്ക്ക് നീച്ചെ. നീച്ചെ പറഞ്ഞ താഴെ. മേനെ ഉന്നയം ഉനിക്കെ മാം ബാപ്പയ്ക്ക് ഹവാലെ കർദിയ. ഞാൻ അവരെ, ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ, ഉനിക്കെ അവരുടെ, മാം ബാപ്പയ്ക്ക് അമ്മയുടെയും അച്ഛന്റെയും, ഹവാലെ കർദിയ കൈവശം ഏൽപ്പിച്ചു. ഹവാല പറഞ്ഞ കൈവശം ഏൽപ്പിക്കുക, കയ്യിലേൽപ്പിക്കുക. അതായത് അവരുടെ അടുത്തെത്തിച്ചു. ഈ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെയും ഈ കുട്ടി എന്ത് ചെയ്തു? അവരുടെ അച്ഛന്റെയും അമ്മയുടെയും അരികിൽ എത്തിച്ചു. പർ ജൽമുർഗിയാൻ ഷോർ മചാത്തി രഹി. പർ പക്ഷേ, എങ്കിലും ജൽമുർഗിയാം കുളക്കോഴികൾ, ഷോർ മചാത്തി രഹി ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ അവരുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്, എന്നിട്ട് അവരെന്താണ്? ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് കാരണം? നോക്കാം എന്താണ് കാരണം എന്ന്. ഏക്ക് മച്ചർ ബിൻ ബിനാ രഹാദ. ആ സമയത്താണ് ഒരു കൊതുക്, ഏക്ക് മച്ചർ ഒരു കൊതുക്, മച്ചർ കൊതുക്, ബിൻ ബിനാ രഹാദ മൂളി പറക്കുകയായിരുന്നു. കണ്ടോ, ഒരു കൊതുക് ഇങ്ങനെ മൂളി പറക്കണ കണ്ടില്ലേ? കുട്ടീന്റെ കൈന്റെ അടുത്ത് കൂടെ അങ്ങനെ മൂളി പറക്കാണ് കൊതുക്. ഉസേ ബഗാനെ കേലിയെ. അതിനെ ബഗാനെ കേലിയെ ഓടിക്കാൻ വേണ്ടി. ബഗാനെ കേലിയെ ഓടിക്കാൻ വേണ്ടി. മേനെ ഞാൻ, താലി പീട്ടി കൈ കൊട്ടി. ഈ കുട്ടി എന്ത് ചെയ്തു? ഈ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കൈ കൊട്ടി, കൈയടിച്ച് ശബ്ദം ഉണ്ടാക്കി. കൊതുകിനെ അടിക്കുമ്പോൾ കൊതുക് അടുത്ത് കൂടെ പോകുമ്പോൾ അതിനെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയടിക്കൂ അല്ലെ? അങ്ങനെ കൈയടിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ ആവാസ് സുൻകർ, ആവാസ് ശബ്ദം, ആവാസ് ശബ്ദം, സുനുക്കർ കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ട്, പലങ്ക് കെ നീച്ചെ ചുപ്പ, പലങ്ക് കട്ടിൽ, ആവാസ് ശബ്ദം, സുനുക്കർ കേട്ടിട്ട്, പലങ്ക് കട്ടിൽ, പലങ്ക് കെ നീച്ചെ കട്ടിലിന് താഴെ, ചുപ്പ ഒളിച്ചു നിൽക്കുന്ന, നീച്ചെ താഴെ, പലങ്ക് കട്ടിൽ, സുനുക്കർ കേട്ടിട്ട്, ആവാസ് ശബ്ദം കേട്ടിട്ട് കട്ടിലിന് താഴെ ഒളിച്ചു നിൽക്കുന്ന, ചൂസ തേസീസെ ബാഹർ ബാഗ. കട്ടിലിന് താഴെയായിട്ട് ഒളിച്ചു നിൽക്കായിരുന്നു ആര്? ഇത് അവിടെ കട്ടിലുണ്ട് അല്ലെ? ഇവിടെ കട്ടിലിന് താഴെയായിട്ട് ഒളിച്ചു നിന്നിരുന്ന കുളക്കോഴിയുടെ കുഞ്ഞ് എന്താ ചെയ്യണത്? ചൂസ പറഞ്ഞ കുളക്കോഴി കുഞ്ഞ് തേസീസെ സ്പീഡില്, വേഗത്തിൽ ബാഹർ ബാഗ പുറത്തേക്ക് ഓടി. കണ്ടോ, വേഗത്തിൽ പുറത്തേക്ക് ഓടണ കണ്ടോ? പുറത്തേക്ക് ഓടിപ്പോയി. കൊതുക് കണ്ടോ, കൊതുക് ഇങ്ങനെ മൂളി പറക്കുന്നതാണിത്. അതിനെ കൈയടിച്ചു ഈ കുട്ടി. അപ്പോ എന്താ ഉണ്ടായത്? അവിടെ ഒളിച്ചിരുന്ന പക്ഷിക്കുഞ്ഞ് പുറത്തേക്ക് ഓടിപ്പോയി. പർ ജൽമുർഗിയാം ഡടീനിഹി. പക്ഷെ എന്നിട്ടും കുളക്കോഴികൾ ഡട്ടി രഹി. എന്നിട്ടും കുളക്കോഴികൾ എന്ത് ചെയ്തു? ഡട്ടി രഹി. കുളക്കോഴികൾ പോവാനുള്ള ഭാവമില്ല. അവരവിടുന്ന് ഡട്ടി രഹി, അവിടുന്ന് പോവുന്നില്ല. അവർക്ക് പോവാനുള്ള ഭാവം ഇല്ല. അപ്പൊ എന്താണ്? ആ കുളക്കോഴികൾക്ക് ഇനിയും കുഞ്ഞുങ്ങൾ വരാനുണ്ടായിരിക്കും അല്ലെ? അതായത് ഡട്ടി രഹി പറഞ്ഞാൽ പോവാൻ കൂട്ടാക്കാതെ നിൽക്കുക. പർ ജൽമുർഗിയ, പക്ഷേ കുളക്കോഴികൾ ഡട്ടി രഹി പോവാൻ കൂട്ടാക്കിയില്ല, അവിടെ നിന്ന് പോവാൻ കൂട്ടാക്കിയില്ല. മേനെ ഹർ ജഗ ഗോജ. മേനെ ഞാൻ,
ഹർ ജഗഹ് എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു. മേനെ ഹർ ജഗഹ് ഗോജ ഞാൻ എല്ലാ സ്ഥലവും അന്വേഷിച്ചു, എല്ലാ സ്ഥലവും പരിശോധിച്ചു. ജഗഹ് സ്ഥലം, ഗോജ അന്വേഷിക്കുക, പരിശോധിക്കുക. ബാത്റൂം മേ ദോ ചൂസേ പാനി മേ ഗേൽ രഹേ ദേ അങ്ങനെ ഈ കുട്ടി എല്ലാ സ്ഥലവും ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോ എവിടെന്നാണ് രണ്ട് കുളക്കോഴി കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്? കണ്ടോ? ബാത്റൂമിലുള്ള വെള്ളത്തിൽ കണ്ടോ? ബാത്റൂമിലുള്ള വെള്ളത്തില് രണ്ട് കുളക്കോഴി കുഞ്ഞുങ്ങള് വെള്ളത്തിൽ നീന്തി കളിക്കുകയാണ്. ബാത്റൂമിൽ ദോ ചൂസേ രണ്ട് കുളക്കോഴി കുഞ്ഞുങ്ങൾ പാനിമേ വെള്ളത്തിൽ ഗേൽ രഹേദേ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങൾ ബാത്റൂമിലുള്ള വെള്ളത്തില് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കുട്ടി കണ്ടത് അല്ലേ? മേനെ ഉന്നെ പക്കട ഞാൻ അവയെ പിടിച്ചു. പക്കട പിടിച്ചു. ഈ കുളക്കോഴി കുഞ്ഞുങ്ങളെ കുട്ടി പിടിച്ചു. ഓർ ബരാന്തേമേ ചോട് ദിയ എന്നിട്ട് ബരാന്തയിൽ കൊണ്ടുപോയി വെച്ചു. ചോടന പറഞ്ഞാൽ വിടുക. ബരാന്തയിൽ കൊണ്ടുപോയി വിട്ടു. ആ പക്ഷി കുഞ്ഞുങ്ങളെ വരാന്തയിൽ കൊണ്ടുപോയി വിട്ടു. ജൽ മുർഗിയാനെ ഏക് നസർ അപ്പനെ ചൂസോം കോ ദേക്ക അപ്പൊ അവരുടെ അടുത്ത് 5 കുളക്കോഴി കുഞ്ഞുങ്ങളായില്ലേ? 5 കുളക്കോഴി കുഞ്ഞുങ്ങൾ അവിടെ എത്തി. ജൽമുർഗിയോനെ കുളക്കോഴികൾ ഏക് നസർ ഒരു നോട്ടം അപ്പനെ ചൂസോങ്കോ ദേക്ക സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കി. ഒരു പ്രാവശ്യം അവര് സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി. 5 കുഞ്ഞുങ്ങളുണ്ട്, അവരെ തിരിഞ്ഞു നോക്കി, ഒരു പ്രാവശ്യം നോക്കി. എന്നിട്ടോ ഫിർ നദിക്ക് തരഫ് ദൗഡ് പടി അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയി, ഉറപ്പായി എല്ലാ കുഞ്ഞുങ്ങളും എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പായപ്പോ അവരെന്ത് ചെയ്തു? ഫിർ നദിക്ക് തരഫ് ദൗഡ് പടി അവരെങ്ങോട്ടേക്കാ പോയത്? നദിക്ക് നേരെ ഓടിപ്പോയി. നദിക്ക് നേരെ കണ്ടോ പക്ഷി നദിക്ക് നേരെ ഓടിപ്പോണ കണ്ടോ? നദിക്ക് നേരെ അവര് ഓടിപ്പോയി, നദിയിലേക്ക് ഓടിപ്പോവാണ്. പാഞ്ചോം ജൂസേബി ഉൻകെ പീച്ചെ പീച്ചെ ചലാ ജാ രഹേ ഥേ ഈ 5 പാഞ്ചോം 5 ജൂസേ കുളക്കോഴി കുഞ്ഞുങ്ങൾ ബി കൂടി ഉൻകെ പീച്ചെ പീച്ചെ അവരുടെ പിന്നാലെ ചലേ ജാ രഹേ ഥേ പോകുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ? ഈ കുളക്കോഴികളുടെ പിന്നാലെ ഈ 5 കുഞ്ഞുങ്ങളും അവരോടൊപ്പം തന്നെ ഓടി പോകുന്നുണ്ടായിരുന്നു. उस दिन मैंने जाना कि ജൽമുർഗിയോ കോ ബി ഗിനത്തി ആത്തി ഹേ ഉസ് ദിൻ ആ ദിവസം മേനെ ജാന ഞാൻ അറിഞ്ഞു. എന്താണ് ആ കുട്ടി ആ ദിവസം മനസ്സിലാക്കിയത്? അറിയാൻ സാധിച്ചത് എന്താണ്? എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്താണ് അറിയാൻ കഴിഞ്ഞത്? ജൽമുർഗിയോ കോ കുളക്കോഴികൾക്ക് ഗിനത്തി ആത്തി ഹേ എണ്ണാൻ അറിയാം. കുളക്കോഴികൾക്ക് എണ്ണാൻ അറിയാം എന്ന് ഞാൻ ആ ദിവസം മനസ്സിലാക്കി എന്ന് പറയാണ് കുട്ടി. കാരണം കുളക്കോഴികളുടെ 5 കുഞ്ഞുങ്ങൾ അടുത്തെത്തുന്നത് വരെ അവരവിടെ നിന്ന് പോവാൻ കൂട്ടാക്കാതെ നിന്നുല്ലേ? കരഞ്ഞുകൊണ്ട് നിന്നു. 5 കുഞ്ഞുങ്ങൾ അടുത്തെത്തിയതിനു ശേഷം മാത്രമാണ് അവരവിടെ നിന്നും പോയത്. അപ്പൊ കുട്ടി പറയുന്നത് എന്താണ്? ഇവർക്ക് കുഞ്ഞുങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം, ആ എണ്ണം എണ്ണാൻ അറിയാം. എത്ര എണ്ണം ഉണ്ടെന്ന് ആ കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാം എന്നാണ് കുട്ടി പറയുന്നത്. അപ്പൊ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥ? വളരെ മനോഹരമായ ഒരു കഥയാണ്. കുളക്കോഴികളും അവരുടെ കുഞ്ഞുങ്ങളും അല്ലെ? കുളക്കോഴികൾ ഈ കുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള പുഴയിലാണ് ഈ കുളക്കോഴികൾ താമസിക്കുന്നത്. ഒരു ദിവസം ആ കുഞ്ഞുങ്ങളില് 2 കുഞ്ഞുങ്ങള് ആ കുളക്കോഴി കുഞ്ഞുങ്ങള് നമ്മുടെ ഈ കഥാപാത്രമായിട്ടുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് കയറി വരുന്നു. കുട്ടി കരുതി കുളക്കോഴികൾ മുറ്റത്ത് നിന്ന് കരയുന്നത് കണ്ടപ്പോൾ കുട്ടി എന്താ കരുതിയത്? പൂച്ച വന്നിട്ടാണെന്നല്ലേ? പൂച്ച അവിടെ ഉണ്ടായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞ് അവിടെ വീടിന്റെ ചുമരിൽ മറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി കരുതിയത് പൂച്ച വന്നത് കൊണ്ടായിരിക്കാം കുളക്കോഴികൾ കരയുന്നത് എന്ന് കരുതി. പക്ഷേ പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയിട്ടും കുളക്കോഴികൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്താണ് കാരണം എന്നറിയാൻ വേണ്ടി കുട്ടി വീട്ടിലേക്ക് കയറി നോക്കി. വീട്ടിലേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ 2 കുളക്കോഴി കുഞ്ഞുങ്ങളെ കണ്ടു. അവയെ അവരുടെ മാതാപിതാക്കളുടെ അടുത്തെത്തിച്ചു. എന്നിട്ടും ഈ കുളക്കോഴികൾ അവിടെ നിന്ന് പോകുന്നില്ല. പിന്നീട് ഒരു കൊതുക് ഇങ്ങനെ മൂളി പറന്നപ്പോൾ അതിനെ അടിച്ചതായിരുന്നു. ആ സൗണ്ട് കേട്ടിട്ട് കട്ടിലിനടിയിൽ നിന്ന് ഒരു പക്ഷിക്കുഞ്ഞും കൂടെ പുറത്തേക്ക് ഓടിപ്പോയി. അപ്പം 3 എണ്ണായി, 3 കുളക്കോഴി കുഞ്ഞുങ്ങളായി. 3 കുളക്കോഴി കുഞ്ഞുങ്ങൾ അടുത്തെത്തിയിട്ടും ഈ അമ്മ കിളിയും അച്ഛൻ കിളിയും അവിടെ നിന്ന് പോകുന്നില്ല. 2 പേരും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, പോവാൻ കൂട്ടാക്കുന്നില്ല. വീണ്ടും അവിടെ എല്ലാം തെരഞ്ഞു നോക്കിയപ്പോൾ ബാത്റൂമിൽ നിന്ന് 2 കുഞ്ഞുങ്ങളെ കൂടെ കണ്ടു. അവയും കൂടെ ഈ പക്ഷികളുടെ ഈ കുളക്കോഴികളുടെ അടുത്തെത്തിയപ്പോൾ അവരുടെ എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ അടുത്തേക്ക് തിരിച്ചെത്തിയ സമയത്താണ് അവരെന്ത് ചെയ്തത്? അവിടെ നിന്നും പോയത് അല്ലേ? അപ്പൊ ഈ കുട്ടി പറയുന്നത് എന്താണ്?
കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഇത് ശരിക്കും വായിച്ചു നോക്കുക, എല്ലാം നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ മീനിങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു പേജ് നിങ്ങൾക്കറിയാം, ആ പേജിലുണ്ട്. അതിലില്ലാത്ത മീനിങ്ങും എല്ലാ മീനിങ്ങും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിതിലുള്ള മീനിങ് നിങ്ങൾ നോക്കുക, ഇല്ലാത്തത് ഇവിടെ പറഞ്ഞത് കേട്ടിട്ട് സാവധാനമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മീനിങ്ങിൻ്റെ ഭാഗമുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ കുറച്ച് താഴെയായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പേജ് ഉണ്ട്. ആ പേജിൽ നിങ്ങൾക്ക് എല്ലാ മീനിങ്ങുകളും ഉണ്ട്. അപ്പോൾ ആ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ മീനിങ്ങിൻ്റെ ഭാഗം. ഏക് ദോ തീൻ എന്ന ചാപ്റ്ററിലുള്ള കണ്ടോ, ഏക് ദോ തീൻ എന്ന ചാപ്റ്ററിലുള്ള മീനിങ്ങുകൾ ഇവിടെ തന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളത് ഫുള്ളും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ശരിക്കും വായിച്ചിട്ട് പഠിക്കുക. ഓക്കെ.